ഈ പാലക്കാട് എം എൽ എയും പാലക്കാട് എം പിയും തമ്മിൽ ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയത്. അപ്പം അവിടെ ഇപ്പോഴുള്ള സിറ്റിംഗ് എം എൽ എ തന്നെ തുടരാനുള്ള അങ്ങനെ എന്തെങ്കിലും ചർച്ച? അല്ലല്ല, അവർ തമ്മിൽ കൂടി കണ്ടു കഴിഞ്ഞാൽ മിണ്ടാൻ പാടില്ലേ, സംസാരിക്കാൻ പാടില്ലേ. ഞങ്ങൾ അടൂര് പരിപാടിയായിട്ട് വന്നതാണ്. അപ്പോൾ അടൂര് അദ്ദേഹം ഒരാളെ കാണാൻ വന്നപ്പോൾ അദ്ദേഹം താമസിക്കുന്ന ഹോട്ടലിൽ വെച്ച് യാദൃശ്യമായി കണ്ടു. ഇനി അല്ലാതെ കണ്ടാൽ എന്താ കുഴപ്പം? കണ്ടാലെന്താ സംസാരം? ഞാൻ കണ്ടാൽ സംസാരിക്കില്ല, അതിലൊന്നും തെറ്റ്, അതിലൊന്നും ഒരു വാർത്തയില്ല. എം എൽ എമാർക്ക് നല്ല അനുകൂലമായ ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നാണ് കോൺഗ്രസ് താങ്കൾ ഉൾപ്പെടെയുള്ള നേതൃത്വം വിലയിരുത്തുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അല്ലല്ല, അതൊക്കെ നമ്മളത് പറയേണ്ട സമയത്ത് പറഞ്ഞാൽ മതിയല്ലോ. അത് വയനാട് ടൗൺഷിപ്പിൽ ഉദ്ഘാടനം ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തിയ ടി സിദ്ദിഖിന് വലിയ കൂക്കുവിളി ഉണ്ടായിരുന്ന റിപ്പോർട്ടാണ്. ഇപ്പോൾ CPM കൊണ്ടുവന്നിരിക്കുന്ന ആളുകളാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ പിന്നെ അവർ കൂക്കുവിളിക്കില്ല. മര്യാദയാണ്. അവിടുത്തെ എം എൽ എ ചടങ്ങിന് ക്ഷണിച്ചിട്ട് MLA വരുമ്പോൾ പാർട്ടിക്കാരെ കൊണ്ട് കൂക്കുവിളിപ്പിക്കുന്ന ശുദ്ധ മര്യാദകളാണ്. അത് ഞങ്ങൾക്കും വേണമെങ്കിൽ നാളെ ഒരു 50 പേരെയോ 100 പേരെയോ കൂട്ടിക്കൊണ്ടുപോയി CPMൻ്റെ MLA യോ മുഖ്യമന്ത്രിയോ മന്ത്രിമാരെയോ കൂക്കി വിളിക്കുക. അദ്ദേഹത്തിൻ്റെ നിയോജകമണ്ഡലത്തിൽ നടത്തിയ ഒരു ദുരന്തത്തിൻ്റെ ഭാഗമാണ്. ഞങ്ങളുടെ കൂടി പണമുണ്ട് അതിൻ്റെ അകത്ത്. ഞങ്ങൾ MLA ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങൾ കൊടുത്ത പണമുണ്ട് അതിൻ്റെ അകത്ത്. സിദ്ദീഖ് ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെ കൊടുത്തൊരു പണമുണ്ട്, അതുകൊണ്ട് കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു MLA അധിക്ഷേപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഞങ്ങൾക്ക് നാളെ 50 പേരെ കൂട്ടി മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ കൂക്ക് വിളിക്കുക. അതും മര്യാദയല്ല, ഞങ്ങളത് ചെയ്യില്ല, ചെയ്യാൻ പാടില്ല. അത് മര്യാദകളാണ് ചെയ്തിരിക്കുന്നത്. മുഖ്യമന്ത്രിയാണത് മാപ്പ് പറയുന്നത്. വോട്ട് എണ്ണുമ്പോൾ BJPക്ക് 1-2 സീറ്റുകളൊക്കെ കേരളത്തിൽ ഉണ്ടാകുന്ന ചില ഇംഗ്ലീഷ് ഹിന്ദി ചാനലുകളുടെ സർവേകളൊക്കെ കാണുന്നുണ്ട്. അതോടൊപ്പം രാജീവ് ചന്ദ്രശേഖരൻ ഈ സ്വയം ഈ ചുവറൊക്കെ എഴുതി അവർ പ്രചാരണം കാര്യമായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്താണ് ഈ BJPയുടെ ഒരു പെർഫോമൻസിൽ എന്താ ഒരു കമന്റ്? അല്ല, അവർക്ക് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ 1-2 സീറ്റുകൾ കിട്ടുമെന്ന് പറഞ്ഞതാണ്. ഒന്നും കിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ഈ പാലക്കാട് എം എൽ എയും പാലക്കാട് എം പിയും തമ്മിൽ ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയത്. അപ്പം അവിടെ ഇപ്പോഴുള്ള സിറ്റിംഗ് MLA തന്നെ തുടരാനുള്ള അങ്ങനെ എന്തെങ്കിലും ചർച്ച? അല്ലല്ല, അവർ തമ്മിൽ കൂടി കണ്ടു കഴിഞ്ഞാൽ മിണ്ടാൻ പാടില്ലേ, സംസാരിക്കാൻ പാടില്ലേ. ഞങ്ങൾ അടൂര് പരിപാടിയായിട്ട് വന്നതാണ്. അപ്പോൾ അടൂര് അദ്ദേഹം ഒരാളെ കാണാൻ വന്നപ്പോൾ അദ്ദേഹം താമസിക്കുന്ന ഹോട്ടലിൽ വെച്ച് യാദൃശ്യമായി കണ്ടു. ഇനി അല്ലാതെ കണ്ടാൽ എന്താ കുഴപ്പം? കണ്ടാലെന്താ സംസാരം? ഞാൻ കണ്ടാൽ സംസാരിക്കില്ല, അതിലൊന്നും തെറ്റ്, അതിലൊന്നും ഒരു വാർത്തയില്ല.